പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരുമെന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അല്ലാതെ കോൺഗ്രസിനോടും യു ഡി എഫിനോടും താല്പര്യമുള്ള ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. ഇന്നലെ വരെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്ന ഒത്തിരി പേര് അവരുടെ ഈ പോക്ക് കണ്ടിട്ട് മനം മടുത്തിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വാഭാവികം അത്തരക്കാരെല്ലാം ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ചർച്ച നടന്നോ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു അഫിഡവിറ്റ് നേരത്തെ സർക്കാർ കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് പോലും സർക്കാർ അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുന്നില്ല. കഴിഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതേ പുതിയ നിലപാടാണോ ഉള്ളതെന്നുള്ളത്. പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്നുള്ള മറുപടിയാണ്. നിയമമന്ത്രിയും ഒരു പ്രത്യേകിച്ച് മറുപടി കൊടുത്തില്ല. അതായത് ഒരു മറുപടിയും കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ അഫിഡവിറ്റ് പിൻവലിച്ച് യുവതീ പ്രവേശത്തെ എതിർക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നടപടിയും ഞങ്ങൾക്ക് ആർക്കും സ്വീകാര്യമല്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ യാതൊരു പോംവഴിയുമില്ല അത് ചെയ്യല്ലാതെ. നോക്കാം നമുക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ഇക്കാര്യത്തിൽ. കേരളം കാത്തിരിക്കുന്ന ഒന്നാണത്. കാര്യം ഈ നാട്ടിലെ ഭക്തജനങ്ങളെ മുഴുവൻ വേദനിപ്പിച്ച, അവരെല്ലാം കണ്ണീരണിയിപ്പിച്ച ഒരു വലിയ സംഭവമായിരുന്നു ആ സംഭവം. അന്നത് ഭംഗിയായിട്ട് പരിഹരിക്കാമായിരുന്നു അവർക്ക്. സർക്കാർ പരിഹരിച്ചില്ല, വഷളാക്കി. ഇനി അവർക്ക് വഷളാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. കേരളം നോക്കി നിൽക്കില്ല. ഒരു സംശയമുണ്ട്, അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, മറത്ത അഫിഡവിറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കേരളം ഇല്ല ഇപ്പോൾ. അതില്ല. ഓക്കെ, ഞാൻ ഒരുപാട് ആളായിട്ട് ചർച്ച നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പലതും പറയാൻ പറ്റുമോ? കൊണ്ടുവരാനുള്ള നീക്കമുണ്ടോ? കാരണം അദ്ദേഹം അവിടെ വലിയൊരു അവഗണന നേരിട്ട് പരസ്യ പ്രതികരണം നടത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിനാൽ. ഇടതുപക്ഷ മുന്നണിയുടെ ഈ അഹങ്കാര രാഷ്ട്രീയം, ധിക്കാരം, മുതലാളിത്തത്തിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്നതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിനകത്ത് നിൽക്കാൻ പരമാവധി പേര് നോക്കും. നിർത്തിക്കില്ലെങ്കിൽ അവർ മറ്റു മാർഗങ്ങൾ നോക്കുമ്പോൾ നോ എന്ന് ഞങ്ങൾ ആരോടും പറയാറില്ല. വരട്ടെ, ചർച്ച നടക്കുന്നുണ്ട്.